റാണിയുടെ മുഖത്ത് രാജകല അങ്ങനെ തന്നെ ഉണ്ടല്ലോ. ഞങ്ങളുടെ ആയുസ്സും അവർക്ക് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാറാണി! 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 മഹാറാണി, പൂജാരി പൂജ ചെയ്ത ആദ്യത്തെ പ്രസാദം ബീർഗളിന്റെ കൊച്ചുമകളായ ഈ രാജ്യത്തെ മഹാരാജ്ഞിക്ക്. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഫോട്ടോയും വെച്ച് വിഷമിച്ചോണ്ടിരിക്കുക? നിങ്ങളൊന്ന് നേരിട്ട്. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഒന്ന് തന്നെയാണ്. ആ കഥയിലുള്ള മഹാറാണിയെ എന്റെ കുട്ടികൾ ഒരിക്കലെങ്കിലും കാണണം. അവരുടെ അടുത്ത് നിന്ന് എന്റെ കുട്ടികൾ അനുഗ്രഹം വാങ്ങണം. മോനെ ടൈറ്റായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ചേച്ചി ഓടിക്കുന്നത് സൈക്കിൾ തന്നെയല്ലേ, റോക്കറ്റ് ഒന്നും അല്ലല്ലോ. പപ്പയ്ക്ക് എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന നീ ആലോചിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇരുന്നിട്ട് ആലോചിക്കാലോ. എന്റെ കാൽ ഇവിടെ ജോലി എടുത്തോണ്ടിരിക്കല്ലേ, നിന്റെ ബ്രെയിനെ കൊണ്ട് കുറച്ച് ജോലി എടുപ്പിക്ക്. എന്റെ ചേച്ചി, വയറ്റിൽ എലി ഓടിക്കൊണ്ടിരിക്കുമ്പോ എന്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യാനാ? അങ്ങോട്ട് നോക്കി. നിന്റെ വയറിനകത്തെ എലിയെ കൊല്ലാനുള്ള മരുന്ന് കിട്ടി മോനെ. ഇങ്ങോട്ട് നോക്കി. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. ഓക്കെ? മഹാറാണി! 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 ബാദുഷയോ? സോറി, ഞാൻ ബാദുഷ കണ്ട് ഓടി വന്നതാ, അറിയാതെ നിങ്ങളുടെ മേത്തിടിച്ച്. സോറി. മോന് വിശക്കുന്നുണ്ടോ? അതേ മുത്തശ്ശി, ബാദുഷ കണ്ടപ്പോ എനിക്ക് നല്ല വിശപ്പ് വന്നു. മുത്തശ്ശിയല്ല, മഹാറാണി. ദാ കഴിക്കേ. പൂജാരി പൂജ ചെയ്ത ആദ്യത്തെ പ്രസാദം ബീർഗളിന്റെ കൊച്ചുമകളായ ഈ രാജ്യത്തെ മഹാരാജ്ഞിക്ക്. എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന്. ഇനി ഇവരെങ്ങനെ ഇതിനകത്ത് മയക്കമരുന്ന് നേരത്തെ നിന്നെ കിഡ്നാപ്പ് ചെയ്താൽ നീ എന്ത് ചെയ്യും? കൊച്ചേ, ആരോടാ സംസാരിക്കുന്ന വല്ല ബോധമുണ്ടോ നിനക്ക്? നോക്കി അങ്കിൾ, ആരാ എന്താന്നറിയാത്ത ആളുകളിൽ നിന്ന് ഒന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോലെ അനൗൺസ് ചെയ്യാറില്ലേ? നിങ്ങൾ ഇതിനെത്ര ദേഷ്യപ്പെടുന്നേ? അയ്യോ എന്റെ ദൈവമേ, ഈ പെൺകുട്ടിയെ വീർഗളിന്റെ കൊടിയെ അപമാനപ്പെടുത്തിയല്ലോ. നിനക്കറിയോ, വീർഘട്ടിന്റെ കൊടിയെ നീ ഇപ്പൊ അപമാനിച്ചത് റാണിഷായെ അപമാനിച്ച പോലെ. സോറി, ഞാനിതൊന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയും. നീ ചെയ്തത് തെറ്റല്ല, പാപമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മഹാപാപിയാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കുക. ബൈ ബൈ മുത്തശ്ശി. ബാദുഷ വരുമ്പോഴത്തേനും മുത്തശ്ശിയാവോ? ചേച്ചി ഒന്ന് കഴിച്ചു നോക്ക്, അപ്പൊ ചേച്ചി മുത്തശ്ശി മുത്തശ്ശി എന്ന് പറയും. കിട്ടിപ്പോയി.
ബർത്ത്ഡേ പപ്പ, എന്റെ മഹാരാജാവ്. പപ്പയുടെ ബർത്ത്ഡേക്ക് നല്ല തീം തന്നെ കിട്ടിയല്ലേ? നല്ല ഭംഗിയുണ്ട്. നാളെ നമ്മള് പപ്പയെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ട് പപ്പയ്ക്ക് സ്വയം രാജാവാണെന്ന് തോന്നണം. അതൊക്കെ ശരിയാ ചേച്ചി. നമ്മൾ എന്തിനാ സ്റ്റോർ റൂമില് ഒളിച്ചിരുന്ന് ഇതൊക്കെ ചെയ്യുന്നേ? എന്നാലല്ലേ ആരും കാണാതിരിക്കൂ കുരുപ്പേ. ആ ശരി ശരി, എന്ന് പെട്ടെന്ന് തീർക്ക് ചേച്ചി. നീ ചെല്ല്, എന്നിട്ട് നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങ്. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. വേണ്ട വേണ്ട ചേച്ചി, ഇനിയെങ്ങാനും ഇവിടെ ഇരുട്ടായി പോയാലുണ്ടല്ലോ പിന്നെ ചേച്ചി ആകെ പേടിച്ച് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പൊ സർപ്രൈസ് അല്ല, എല്ലാവർക്കും ഷോക്കാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നോറതാ. അത്രേ ഉള്ളൂ. ഇനി ഒരു ചുവപ്പ് നൂൽ കിട്ടിയാൽ മാത്രം മതി, എല്ലാം ഫിനിഷ് ആവും. അയ്യോ എന്റെ ദൈവമേ, ഈ പെൺകുട്ടിയെ വീർഗളിന്റെ കൊടിയെ അപമാനപ്പെടുത്തിയല്ലോ. നിനക്കറിയോ വീർഘട്ടിന്റെ കൊടിയെ നീ ഇപ്പൊ അപമാനിച്ചത് റാണിഷായെ അപമാനിച്ച പോലെ. ഇതൊക്കെ എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മഹാപാപിയാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വഴിയിലൂടെ വരുന്നത് വല്ലവരും കണ്ടു കഴിഞ്ഞാ കാണുന്നവരെന്താ കരുതുക? സ്നേഹം, ധൈര്യം, പിന്നെ നന്മ. ഞാൻ രാജാവ് തന്നെയല്ലേ? ഇങ്ങനെ പച്ചക്കറിയും സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വഴിയിലൂടെ വരുന്നത് വല്ലവരും കണ്ടു കഴിഞ്ഞാ സ്നേഹം, ധൈര്യം, പിന്നെ നന്മ. ഞാൻ രാജാവ് തന്നെയല്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു പപ്പ? പറയ്. കഷ്ടകാലം വരുമ്പോ അതാ കാലത്തെ തന്നെ നശിപ്പിക്കും. അധികമായിട്ട് വെയിലടിക്കുമ്പോ അവരുടെ നിഴലാൽ നമ്മളെ മൂടും. സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവരൊരു കടൽ പോലെയാണ്. സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് എല്ലാ മുറിവുകളും സുഖപ്പെടുത്തും. ഇതെല്ലാം ഉണ്ടായിരിക്കുമ്പോ അവരുടെ മേലാരോ കണ്ണുവെച്ചു. എല്ലാം ശരിയായിട്ടാ പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ തലവിധി എല്ലാം തന്നെ മാറ്റിമറിച്ചു. രണ്ടു ഭാഗത്ത് ന്യായമുണ്ടായിട്ടും രണ്ടുപേരും തമ്മിൽ വഴക്കിടാൻ തുടങ്ങി. ഏത് കൈ പിടിച്ചാണോ ദിവസവും നടന്നിരുന്നത് അതെന്നെ വിട്ടു പോയി. എനിക്ക് തന്നെ എന്റെ കണ്ണു കിട്ടാതിരുന്നാ മതി. ഏത് രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന സ്വപ്നമാണോ ഞാൻ എന്നും ഒരു സ്വപ്നം മാത്രമായി കണ്ടുകൊണ്ടിരുന്നത്? അങ്ങനെ അവസാനം എന്റെ ആ സ്വപ്നം പൂർത്തിയാവാൻ പോവുകയാണ്. അവസാനം ആ ദിവസം എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കഥയിലുണ്ടായിരുന്ന റാണി വീരന്മാരുടെ റാണിയാണോ? അവരുടെ രാജകുമാരൻ എന്റെ പപ്പയാണോ? നീ ചെയ്തത് തെറ്റല്ല, മഹാപാപമാണ്. ഇനി ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടരുതെന്ന് പ്രാർത്ഥിക്കുക. നീ എന്ത് പണിയാ കാണിച്ച രോജ? നിന്റെ മുത്തശ്ശിയോട് എന്നെ നീ വഴക്കടിച്ചോ? ഇല്ല, അവര് നിന്റെ മുഖത്തേക്ക് പോലും നോക്കില്ലല്ലോ. ഒരു തീനാളത്തിന് ചാരമായി മാറാൻ കഴിയും, പക്ഷെ ചാരത്തിന് ഒരിക്കലും വീണ്ടും ഒരു തീനാളമായി മാറാൻ കഴിയില്ല. അല്ലെങ്കിലും ശരൺ ബന്നയുടെ പേരിന്റെ താളുകൾ വീർഗഡിന്റെ പുസ്തകത്തിൽ നിന്നും വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇല്ലാതായതാണ്. ഇന്നെന്റെ കൈകൾ കൊണ്ട് അതിന്റെ അന്ത്യസംസ്കാരവും നടന്നിരിക്കുന്നു. ഇനി ഒരിക്കലും ആ ചരണിനെ കൊണ്ട് ഈ രാജ്യസിംഹാസനത്തിന്റെ അവകാശിയാവാനാകില്ല. പപ്പ, പകുതിയിൽ നിർത്തിയ കഥ ഈ മകൾ അവസാനിപ്പിക്കും. അതും നാളെ തന്നെ. നാളെ നിങ്ങളുടെ മഹാറാണിയെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യാൻ പോവാ. ആൻഡ് ഐ എം ഷുവർ ഇനി നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹത്തിന് ആരുടെയും കണ്ണു കിട്ടില്ല. നാളെ മഹാറാണിയും അവരുടെ മഹാരാജാവും തീർച്ചയായിട്ടും മീറ്റ് ചെയ്യും. ദുർഗാദേവി എന്നെ സഹായിക്കും.